മറ്റു മതങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവരെല്ലാവരും ഏകദൈവ വിശ്വാസികളാണ്. ഇപ്പൊ ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും അവർക്കൊക്കെ ഏകദൈവ വിശ്വാസമാണുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഹിന്ദുത്വത്തിലേക്ക് വരുമ്പം ഒരുപാട് ദേവതകളുണ്ട്. ഇത് തമ്മിലുള്ള ഒരു ബന്ധം നമുക്കത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തോ ഒരു പൊരുത്തക്കേട് തോന്നാറുണ്ടല്ലോ. അല്ല, അത് എന്താ വെച്ചാല് ബാക്കിയുള്ള മതങ്ങൾക്കൊന്നും ദൈവമില്ല. പ്രവാചകന്മാര്, മെസ്സഞ്ചേഴ്സ്, ഏതോ ഒരു ദൈവമുണ്ട് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. അവര് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു ശക്തിയെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഏത് മതസ്ഥരായാലും നമ്മൾ സാധാരണ പറയുന്നത് ഞാൻ പാതി ദൈവം പാതി എന്നൊരു പ്രോവർബ് ഉണ്ട് മലയാളത്തിൽ. ആ ഞാൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ ആകെ രണ്ടേ ഉള്ളൂ. ഒന്ന് ഒരു ദൈവവും ഒന്ന് ഞാനും ആണോ അല്ലയോ? അപ്പൊ എന്റെ കർമ്മങ്ങളും ആരോ കൺട്രോൾ ചെയ്യുന്ന ഒരു കർമ്മങ്ങളുമാണ് എന്നെ കൊണ്ടുപോകുന്നതെന്നാണ്. ഈ ആരോ നടത്തുന്ന ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ എന്റെ ട്രഡീഷനാണ് എന്റെ കർമ്മം. ആ ട്രഡീഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള കുറെ ആൾക്കാർ, അത് ജൈനനും ബുദ്ധനും ക്രിസ്തുവും ആരൊക്കെ വേണമെങ്കിലും പറയാം നമുക്ക് അല്ലെ. ലോട്ടസ് ടെമ്പിൾ നടത്തുന്ന ബഹായിസ് എന്ന് പറയുന്ന വേറൊരു സങ്കല്പമുണ്ട്. ഭഗവാൻ ഇല്ല എന്ന് പറയുന്ന ചില സങ്കല്പങ്ങളുണ്ട്. ബ്രഹ്മാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ഭാരതീയ സങ്കല്പത്തിലും അങ്ങനെയുള്ള കുറേ ട്രഡീഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ പറഞ്ഞത് അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരേതായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പങ്ങൾ ഉണ്ടായിട്ടുള്ളവരുന്നു. ആ സങ്കല്പങ്ങളിൽ എനിക്കെന്താണോ ശരി എന്ന് തോന്നുന്നത് ഞാൻ അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോഴാണ് അത് ഓട്ടോക്രസി ആവുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഭഗവാൻ എന്നുള്ള സങ്കല്പം ഭാരതത്തില് ഒരു ഇന്ത്യൻ ഗവൺമെന്റ് സിസ്റ്റം പോലെ ഇൻവിസിബിൾ ആയിട്ടുള്ള, പക്ഷെ എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ, ഞാൻ എന്ന പ്രസിഡന്റ് മാത്രമാണ് ഭരിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു രാജ്യത്ത് അവർക്ക് ഒരു ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. കാരണം അവിടെ പവർ എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല, ഓരോന്നും നല്ലതാണ്. പക്ഷെ ആ സമയത്ത് അവർക്ക് തോന്നുന്നതാണ് അവരുടെ നന്മ. ഇപ്പൊ ഞാൻ ഭാരതത്തിലുള്ളവർക്കൊക്കെ സൂര്യൻ എന്ന് പറയുന്നത് ഭഗവാനാണ്. ചുട്ടു പൊള്ളുന്ന വെയിൽ മാത്രം അടിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ സൂര്യനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ അവർ ധ്യാനിക്കുമോ? കാരണം അവർക്ക് ഭയങ്കര ദേഷ്യമാണ് സൂര്യനോട്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്തായിരിക്കും? സൂര്യൻ ഇല്ലാത്ത സമയം. പക്ഷെ വെളിച്ചം ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ചന്ദ്രനെ ഭഗവാനായി സ്വീകരിച്ചു. അത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, പ്രകൃതിക്ക് നിബന്ധമാണ്, അവരുടെ സങ്കല്പങ്ങളാണ്, അവരുടെ മെസ്സഞ്ചേഴ്സാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവരുടെ മെസ്സഞ്ചേഴ്സിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പലതും. അപ്പൊ ആ തെറ്റുകൾ ജീവിതത്തിന്റെ ചര്യകൾ ഇങ്ങനെയൊക്കെ ആക്കണം എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു ക്ലൈമറ്റിൽ, ആ ഒരു സ്ഥലത്ത് മാത്രം പറ്റുന്ന ചില ചിന്തകൾ ലോകത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഈ വിഘടിത സ്വഭാവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ റിലീജിയൻ എവിടെ തുടങ്ങിയോ, ഏത് കൾച്ചറിലാണോ ഉണ്ടായത്, അവിടെ മാത്രം നിൽക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഓരോ കാലഘട്ടത്തിലും ഓരോ മെസ്സഞ്ചേഴ്സ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെ മസിയാന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഈ മസിയാനെ നമുക്ക് ദൈവമായിട്ട് കണക്കാക്കാൻ പറ്റും? ഇല്ല, അവര് മെസ്സഞ്ചേഴ്സ് ആണ്. ഞാനിപ്പോ ഒരു ചന്ദ്രൻ ഇന്നതാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കൈ ചൂണ്ടി പറഞ്ഞു കൊടുക്കുന്നു. ഈ രണ്ട് മരങ്ങളുടെയും ഇടയിലൂടെ കാണുന്നതാണ് മൂൺ, അതാണ് വെളിച്ചം എന്ന് ഞാൻ പറയുമ്പോൾ ഈ കാണിച്ചു കൊടുക്കുന്ന ഞാൻ എങ്ങനെയാണ് മൂണായി മാറുക? ഞാൻ എന്തോ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് മെസ്സഞ്ചറായിട്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ ഇവരെ നയിക്കുന്ന ഒരാൾ മാത്രമേ ആവുള്ളൂ എന്നുള്ള വിശ്വാസം ഈ പറഞ്ഞ ആൾക്കുണ്ടായിരുന്നു. പക്ഷെ എന്നെ ഫോളോ ചെയ്തവര് മൂണിനെ കണ്ടിട്ടില്ല. ആരെയെ കണ്ടിട്ടുള്ളൂ? ഞാൻ ഇതാണ് മൂണെന്ന് പറഞ്ഞു കൊടുത്താൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ എന്റെ വിരൽ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. ആ വിരൽ എവിടെ നിന്ന് വരുന്നുണ്ടോ ഇതാണ് മൂണെന്ന് അവർ ധരിച്ചു. അപ്പൊ ഞാൻ ഇതാണ് മൂണെന്ന് പറഞ്ഞ് ഈ വിരലിലെ കാണിക്കണേ. അവരുടെ ധാരണ ഇവിടെ തീർന്നുള്ളതാണ്. ഇവിടെ അല്ല, ഈ ഡയറക്ഷനിൽ നിങ്ങൾ പോയാൽ മൂൺ കാണുമെന്നാ പറഞ്ഞത്. അതവർ കേട്ടില്ല എന്നുള്ളതാണ് കുഴപ്പം. അതുകൊണ്ട് മെസ്സഞ്ചേഴ്സ് ഒന്നും അവരാണ് ഭഗവാൻ എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവണം എന്നില്ല. അല്ലെങ്കിൽ അവര് അവരുടേതായ ഒരു സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അല്ല അവരുദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് ഫോളോ ചെയ്തവർ മാറിയിട്ടുണ്ട്. ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.